ഇന്നലെ രാത്രി നിന്നെ ഇൻസ്റ്റ കണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു പരിപാടി? റീല് കാണുമായിരുന്നു. റീല് ഡി ഇന്നും പതിവ് പോലെ അവൻ പാലത്തെ വന്ന് നിൽപ്പുണ്ട്. അവൻ നിന്നെയും കൊണ്ടേ പോകൂ. എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടേ പോകും. നല്ല വെറൈറ്റി ലുക്കിലാണല്ലോ. നല്ല വെറൈറ്റി. ചേട്ടാ, ഈ അരിച്ചാക്കൊന്ന് മാറ്റി വെക്കാമോ? പഴംപൊരിക്ക് റബ്ബർ ബാൻഡ് ഇട്ടതുപോലെ ഉണ്ട് ഈ ഓ, നമ്മളെ ആക്കിയതാണല്ലേ? അയ്യോ അല്ല ചേട്ടാ, ഈ സമയത്ത് വയറ് നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടോ. നിങ്ങൾ കളിയൊക്കെ ഒന്നും വേണ്ട. കേരളത്തിലെ എല്ലാ പിള്ളേരുടെ ഇതിങ്ങാണ്. ഞങ്ങളുടെ റോഡ് മോളാണ് ലാലേട്ടൻ. അതൊക്കെ മീശയും പിരിച്ച് മുണ്ടും മടക്കത്തിട്ട് വരവെന്നോട്ടല്ലേ, അത് കാണാൻ തന്നെ എന്തൊരഴക. അത് ലാലേട്ടൻ. ഇത് അയ്യോ, ലാലേട്ടനെയാണോ ഈ ചാരി വെച്ചിരുന്നത്? നീ വാടി, നമുക്ക് പോവാം. അതെ, അവിടെ നിന്ന് എന്താണോ എനിക്കിന്നൊരു തീരുമാനം അറിയണം. കുറെ നാളെ ഞാൻ ഈ പാലത്തിന് മണ്ടയ്ക്ക് നിൽക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും പാലത്തിന്റെ മണ്ടയ്ക്ക് വന്നിരിക്കുവോ? അന്ന് ആ ചൂണ്ടക്കോലും എടുത്തോണ്ട് അതിനകത്തോട്ടൊന്ന് ഇട്ട് കഴിഞ്ഞാൽ വൈകിട്ട് പൊരിക്കാൻ എൻ്റെ പാണമ്പള്ളത്തി എങ്കിലും കിട്ടും. പാണമ്പള്ളത്തിയാ? ഡോ, എനിക്കൊന്നും അറിയണ്ട എന്ന് പറഞ്ഞിട്ട് പോയാ മതി. ഹലോ, അങ്ങനെ പോവാതെ. അതെ, ഇതൊന്നും കൊണ്ട് ഞാൻ പിന്മാറത്തില്ല. ഇതേ നിപ്പ് നാളെ നിന്റെ വീടിന്റെ മുറ്റത്ത് ഞാൻ നിൽക്കും. എന്നാലേ ഞാൻ പട്ടി അഴിച്ചു. ഓഹോ, നിന്റെ വീടിന്റെ മുറ്റത്തിരിക്കുന്നതിന്റെ കുഴപ്പം? ഞാൻ റോഡ് നിൽക്കും. ഒരു 100 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ലെന്ന്. ഒരു 100 തവണ ഞാനും പറഞ്ഞിട്ട് നിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന്. ചേട്ടൻ എന്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിട്ടാ. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനനം, പിന്നെ പരിചരിക്കാൻ 100 ആളുകൾ. ഓ, പണത്തിന്റെ തട്ടിൽ വെച്ചിട്ടാണോ താൻ എന്റെ സ്നേഹത്തെ കളന്നത്? ഞാൻ ഇവിടെ ചാടിച്ചാവും. ഇവിടെ ചെളി, ഞാൻ അപ്പുറത്തെ ഞാൻ ഇവിടെ ചാടിച്ചാവൂടി. ചാടിക്കോ ചാടിക്കോ. ഏതായാലും ഈ പൊണ്ണത്തടി മുങ്ങിപ്പോവാനൊന്നും പോകുന്നില്ല. നേരെ അറബിക്കടലിൽ ചെന്നോളും. ചേട്ടനെ കൈയൊന്ന് കാണിച്ചേ. അല്ല, തൊലിക്കെട്ടി ഒന്ന് നോക്കാനാ. നിന്ന് മേടിച്ചങ്ങ് കൂട്ടുവല്ലേ. തനിക്ക് പ്രണയൊന്നുമില്ലേ? ഓ, നമ്മളെയൊക്കെ ആര് പ്രേമിക്കാൻ. എന്താണെന്നറിയോ, നിന്റെ അണ്ണാക്കി കിടക്കുന്ന നാക്ക് കാരണം മിണ്ടാതിരുന്ന പൊക്കിട്ടും വെള്ളത്തിൽ എറിയാൻ. ചേട്ടാ, ഞാനൊരു കാര്യം പറയാം. എന്റെ ടേസ്റ്റിനത്തെ ആളേ അല്ല ചേട്ടൻ. കാശും ഇല്ല, പഠിത്തവും ഇല്ല. ജോലി എന്താന്നാ പറഞ്ഞ? പെയിന്റിങ്. എന്റെ പൊന്നോ, ഈ പെയിന്റ് പണിക്കാരെ എന്റെ വീടിന്റെ 7 അയലത്ത് പോലും അടുപ്പിക്കത്തില്ല. എന്റെ ഡാഡി എങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ, ആള് കുവൈറ്റിൽ നിന്ന് പറന്നെത്തും. നീ വാടി, നമുക്ക് പോവാം. ഡി, ഒരു മിനിറ്റ്. എന്നാടി? ഞാനിപ്പോ വരാം, നീ അങ്ങോട്ട് നടന്നു. പുളിങ്കൊമ്പ് നോക്കി പിടിക്കാൻ നോക്കുവല്ലേ? എന്തോ? അല്ല, പുളിങ്കൊമ്പ് നോക്കി പിടിക്കാൻ നോക്കിയതല്ലേ? എന്റെ ചേട്ടാ, അവൾ ഈ UK US എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ടീമാ. അവളൊന്നും ചേട്ടന് സെറ്റ് ആവത്തില്ല. അതെ ചേട്ടാ, അല്ല, ഈ പുളിങ്കൊമ്പെ മാത്രമേ പിടിക്കത്തുള്ളൂ. വന്ന് വന്ന് ബംഗാളികൾ വരെ ചൂണ്ടയിടുന്നത്. ഡേ, നീ എന്താ ടെൻഷൻ അടിച്ചിരിക്കുന്നത്? എടി, എനിക്ക് നിന്നോടൊരു നഗ്നസത്യം പറയാനുണ്ട്. എന്തുവാ? ഓ, അതല്ല പിന്നെ. എടി, നീ വിചാരിക്കും പോലെ എൻ്റെ ഡാഡി റിച്ച് അല്ല. നീയല്ലേ പറഞ്ഞ നിന്റെ അച്ഛൻ അറബിയുടെ അണ്ടറിലൊക്കെ തന്നെയാ, പക്ഷെ അറബിയുടെ അല്ല. പിന്നെ അറബി പോലീസിന്റെ. നിന്റെ അച്ഛൻ ജയിലിലാണോ? യെസ്, ഹീ ഈസ് അണ്ടർ അറസ്റ്റ്. ഓ മൈ ഗോഡ്. എന്നിട്ടാണോ സാമദ്രോഹി ഇന്നലെ നീ ആ പാവത്തിനെ ഇട്ട് പൊരിച്ചത്? അത് പിന്നെ ശീലമായി പോയി. കൊള്ളാം. ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? എടി, ഇത് എൻ്റെ ഡാഡി മേടിച്ചെന്ന വണ്ടിയാ. ആര് വാങ്ങിച്ചതെന്ന്? അച്ഛൻ. അങ്ങനെ മര്യാദക്ക് പറ. എടി, എൻ്റെ കയ്യിൽ പണയം വെക്കാൻ ഒന്നുമില്ല. ഇനിയുള്ളത് ഈ വണ്ടി മാത്രമാ. അപ്പൊ ഇതോ? ഇത് മുക്ക. ഓ, വീട്ടിലാണെ കടക്കാരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുക. എനിക്ക് അത്യാവശ്യമായിട്ടാണ് കുറച്ച് കാശ് കിട്ടിയേ പറ്റുള്ളൂ. എൻ്റെ കയ്യിൽ വിൽക്കാൻ ഇപ്പം ഈ വണ്ടി മാത്രമേ ഉള്ളൂ. നീ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. ഈ വണ്ടി വിറ്റ് കുറച്ച് കാശ് എങ്ങനെയെങ്കിലും നീ ഒപ്പിച്ച് തന്നേ പറ്റുള്ളൂ. എന്ത് ചെയ്യും? ഒരുത്തനുണ്ട്. എന്ത് വിളിക്ക്, സമയം കളയണ്ട. വിളിച്ചു നോക്കാം. നോക്കട്ടെ. ഹലോ. എടാ, ഞാൻ ഒരു അത്യാവശ്യത്തിന് വിളിച്ചായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടുണ്ടേ. അവളുടെ ഒരു വണ്ടിയുണ്ട്, ഫെസീനോ. അതൊന്ന് വിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ വരാം. വരാന്ന്. പോരാ. നമുക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ ഒന്ന് പോകണം. എവിടെ?
ഒരു സ്ഥലം വരെ ഒരു വണ്ടി എടുക്കാനാ. ഞാനില്ലേ ശേ, അവള് കോട്ടമുറി വന്ന് നിൽക്കുക. ഇനിയിപ്പോൾ എന്തോ ചെയ്യും? ആരാ? ആ, ഇതിപ്പം നിനക്കിപ്പോൾ വയ്യെങ്കിൽ നീ വരുന്നില്ലയോ? എടാ പിള്ളേരോടെ കാത്തിരിക്കും, വാടാ. ഡാ അത് സെറ്റായിട്ടുണ്ട്, അവനിപ്പോ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. ആണോ? താങ്ക്സ് ഡി. ആ അതെ, ആ വരുന്നവരെ എന്നെ അറിയുന്നവരും വല്ലതാണോ? എന്റെ സ്റ്റാറ്റസ്. നിന്റെ സ്റ്റാറ്റസ് ഞാനൊന്നും പറയുന്നില്ല, വാ അങ്ങോട്ട്. ഒരു കോള്. അയ്യോ, ഇതവള. നീ ഒന്ന് പറഞ്ഞ ലൊക്കേഷൻ. ഹലോ. ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. എത്താറായി. പോര്. ശരി. എന്താണ്? ഇല്ല, കാലം എന്താടി ഇവിടെ? ഏത് കാലം? ഇവനെന്താ ഇവിടെ? അത് നിന്നോടല്ലേ ഞാൻ ചോദിക്കേണ്ടത്. അത് മറ്റവനെയല്ലേ ഞാൻ വിളിച്ചത്? നിന്റെ കൂട്ടുകാരനാണോ? മറ്റത് എന്റെ കൂട്ടുകാരൻ. അയ്യോ ദേ വിളിക്കുന്നു. എടുക്കാൻ പറ്റേ. അതെ, പിന്നെ വണ്ടി നിന്റെ ഒന്ന് പറഞ്ഞാ മതി. എന്റെയോ? പ്ലീസ്, എന്റെ ഒന്ന് പറയണ്ട, നിന്റെ ഒന്ന് പറഞ്ഞാ മതി. നീ ചെല്ല്. ഓ ശരി. ആടാ, ഞാനിവിടെ ഉണ്ട്. ആടാ, അതാ വണ്ടി. അതാണോ? എന്നാ എടുക്കാം, വാ. അല്ലല്ല, നീ ഇവിടെ നിന്നോ, ഞാൻ എടുത്തോണ്ട് വരാം. എന്നാ എടുക്ക്. നീ അവിടെ നിന്നോ, ഞാൻ എടുക്കാം. ശരി, ഓക്കെ. ഇത് നിന്റെ വണ്ടിയായിരുന്നു? അതെ. നിങ്ങൾ തമ്മിൽ അറിയോ? ചെറുതായിട്ട്. ഇതെന്റെ ഫ്രണ്ടാ രഞ്ജു. പിന്നെ വണ്ടിയുടെ ഒക്കെ എല്ലാ പരിപാടികളൊക്കെ അറിയാന്ന. വണ്ടി കൊള്ളാം. പിന്നെ ഇതാരുടെയാന്ന് പറഞ്ഞു? എന്റെ. നിന്റെ. സർക്കാർ ഈ ആപ്പ് ഉണ്ടാക്കി വെച്ചേക്കുന്നതേ ചുമ്മാ കാണാനല്ല, ഫുൾ ഡീറ്റെയിൽ ഇതിനകത്തുണ്ട്. മനസ്സിലായല്ലേ? മനസ്സിലായി. ഡേ ഇങ്ങ് പോരെ. ഹായ്. നിങ്ങൾക്കൊക്കെ അറിയോ? നമുക്ക് ഇവളുമാരുമായിട്ട് അങ്ങനെ പരിചയം? അറിയാം. ഒരു മിനിറ്റ് ഒന്ന് മാറിയേ. അയ്യോ, ഈ അരിച്ചാക്കൊന്ന് പോകട്ടെ. ഒരു മിനിറ്റ് ഒന്ന്. പെയിന്റ് പണിക്കാരെ വീട്ടിൽ അതിന്റെ അച്ഛൻ എവിടാന്നാ പറഞ്ഞ? കുവൈറ്റില്. ഉണ്ടാ? അതെ, അവളെ കണ്ടപ്പോഴേ എനിക്ക് സംഗതി മനസ്സിലായി. പിന്നെ നിനക്കില്ലാത്തൊരു സംഭവമുണ്ട് എനിക്ക്. ബുദ്ധി. പെയിന്റ് പണിക്കാരൻ്റെ ബുദ്ധി. അതെ, പുളുങ്കമ്പി മാത്രമല്ല പിടിക്കുന്നത്,